Hi everyone, Assalamu alaikum. Welcome to FATHIMAS Kitchen. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബിസ്ക്കറ്റാണ് ബോർബൺ ബിസ്ക്കറ്റ്. അതെങ്ങനെ തയ്യാറാക്കാൻ പറ്റുമെന്ന് നോക്കാം. വേണ്ടി ഞാനിവിടെ 1 കിലോ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ 600 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ബീറ്ററൊന്നും ഉപയോഗിക്കേണ്ട, വിസ്ക് കൊണ്ട് മാത്രം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് സ്മൂത്ത് ആകണം. സ്മൂത്ത് ആയിക്കഴിഞ്ഞാൽ 1/2 കിലോ പഞ്ചസാര പൊടിച്ച് വെച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. പഞ്ചസാര അങ്ങനെ നന്നായിട്ട് ബീറ്റാക്കി കൊണ്ടിരിക്കുമ്പോൾ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കി മയപ്പെടുത്താം. അപ്പോൾ ബീറ്റായി മയപ്പെട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ വരണം. ഇതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് വെച്ച മൈദ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചാണ് വെച്ചത്. അത് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ വാനില പൗഡറും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കിട്ടിയിട്ടില്ല, അതുകൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ കൊക്കോ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എല്ലാം കൂടെ മിക്സ് ആക്കിയതിന് ശേഷം കുറച്ചൊരു പാൽ, 1/2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കണം. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല, വേറെ ഒന്നും ചേർക്കാൻ പാടില്ല. പാല് മാത്രം 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് കുഴച്ച് യോജിപ്പിച്ച് എടുക്കണം. ഇതേ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ കുറച്ച് മാവെടുത്ത് ഉരുട്ടി വെച്ചതിന് ശേഷം റോളർ കൊണ്ടൊന്ന് മെല്ലെ ഒന്ന് പരത്തി കൊടുക്കണം. വളരെ കനം കുറയാനും പാടില്ല, കനം കൂടാനും പാടില്ല. അതേപോലെ ഒരു ചെറിയൊരു കനത്തിലൊന്ന് പരത്തിയെടുത്തിട്ട് സൈഡെല്ലാം ഒന്ന് മുറിച്ച് കളഞ്ഞൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ചെറിയ പീസസ് ആയിട്ടൊന്ന് നമുക്ക് മുറിച്ചെടുക്കാം. മുറിച്ച് ഷേപ്പാക്കിയതിന് ശേഷം ചെറിയ ഹോൾസ് ഒരു ട്യൂപ്പിൽ കൊണ്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് പഞ്ചസാര നമുക്കിത് ഇതേപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 150 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഒരു 20-25 മിനിറ്റോളം ബേക്ക് ചെയ്യുന്നുണ്ട്. പാനിലും വേണമെങ്കിൽ ബേക്ക് ചെയ്യാം, പക്ഷെ ഞാനിത് ഓവനിൽ ബേക്ക് ചെയ്യണമെന്നുള്ളൂ. ഇതിലേക്കുള്ള ഫില്ലിംഗ് ക്രീം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി
ഒരു 200 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടറിന് നന്നായിട്ടൊന്ന് സ്പാച്ചില കൊണ്ട് തന്നെ ബീറ്റ് ചെയ്യുക. പൊടിച്ച് വെച്ച പഞ്ചസാര 1 കപ്പ് അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 1.5 ടീസ്പൂൺ വാനില പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു 1.5 ടീസ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം. രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കണം. ക്രീം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് തണുത്ത ബിസ്ക്കറ്റ് ബേക്കായി തണുത്തതാണ്. അതിലേക്ക് കുറേശ്ശെ ക്രീം ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു ഭാഗത്ത് ഇതേപോലെ അപ്ലൈ ചെയ്യാം. മറുഭാഗത്ത് ഒരു പീസ് എടുത്ത് ഇതേപോലെ വെച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്തെടുക്കണം. ഒരേപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മുടെ ബോർബൺ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ബിസ്ക്കറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.